പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹ വന്ദനം. നാം ഒരുമിച്ച് മർക്കോസിൻ്റെ സുവിശേഷം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ 54-ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഒരുമിച്ച് പൂർത്തീകരിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഓരോ വാക്കുകളും വാക്യങ്ങളും വ്യാഖ്യാനിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഒരധ്യായത്തിൻ്റെ പൊതുവിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ദൈവമക്കൾക്ക് ആത്മീക വർധനവിനുള്ള മെസ്സേജുകളാണ് നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ തന്നെ ചില ഭാഗങ്ങളിൽ കർത്താവ് നയിക്കുന്നത് പോലെ പ്രകാശനം ലഭിക്കുന്നതനുസരിച്ച് ചില വിഷയങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന അനുഭവങ്ങളും ഉണ്ട്. ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യത്തെ 2 വാക്യങ്ങളിൽ കർത്താവിന് എതിരെയുള്ള, കർത്താവിനെ കൊല്ലുവാനുള്ള ഒരു ഗൂഢാലോചനയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 14 മുതലുള്ള അധ്യായങ്ങൾ നമ്മുടെ ഈ പാഷൻ വീക്കിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്. കർത്താവ് ഈ ലോകത്തിൽ ഇൻകാർണേറ്റഡ് ആയതിൻ്റെ പിൻപിലുള്ള ഏറ്റവും വലിയ ശുശ്രൂഷയിലേക്ക് നീങ്ങുന്ന ഒരനുഭവമാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് ആദ്യത്തെ 2 വാക്യങ്ങൾ. 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹായുടെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെയും ഉത്സവം ആയിരുന്നു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ ഉപായത്താൽ പിടിച്ച് കൊല്ലേണ്ടതിന് എങ്ങനെ എന്ന് അന്വേഷിച്ചു. ജനത്തിൽ കലഹം ഉണ്ടാകാതിരിപ്പാൻ ഉത്സവത്തിൽ അരുത് എന്ന് അവർ പറഞ്ഞു. അപ്പൊ നമുക്കറിയാം 11-ാം അധ്യായം തൊട്ട് ഡയറക്റ്റായിട്ടുള്ള കോൺഫ്രണ്ടേഷനാണ്. അതിനു മുമ്പ് തന്നെ ആത്മീക നേതൃത്വമായിട്ട് ഫരീസയർ ശാസ്ത്രിമാരുമായിട്ട് കർത്താവിൻ്റെ മിനിസ്ട്രിയിലുടനീളം കോൺഫ്രണ്ടേഷൻസ് നടന്നു. അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് 11, 12 ഈ അധ്യായങ്ങൾ. 11-ാം അധ്യായത്തിൽ ദേവാലയത്തെ കർത്താവ് ശുദ്ധീകരിക്കുന്നു. അതും 2ാം തവണ മിനിസ്ട്രിയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ സെക്കൻഡ് ടൈമാണ് ശുദ്ധീകരണം നടക്കുന്നത്. 12-ാം അധ്യായത്തിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കോൺഫ്രണ്ടേഷൻ. അവർ ചോദിക്കുന്നു, ഏത് അധികാരത്തിലാണ് നീ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? അതിനുശേഷം 13-ാം അധ്യായത്തിൽ കർത്താവ് ഒരു ദൂത് പറഞ്ഞു, ഈ ദേവാലയം തന്നെ നശിച്ചു പോകും, ഡിസ്ട്രോയിഡ് ആകും എന്നുള്ളത്. അപ്പോൾ 14-ാം അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത് അവര് തമ്മിൽ ഒരു ഗൂഢാലോചനയിലാണ്. കർത്താവിനെ ഉപായത്താൽ പിടിച്ച് കൊല്ലണം. അപ്പോൾ ഒരു വശത്ത് ഈ ആത്മീക നേതൃത്വം ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ ടൈം ടേബിളിലാണ് ഈ കാര്യങ്ങൾ എല്ലാം നടക്കുന്നത്. അപ്പം ഈ പശ്ചാത്തലത്തിലാണ് 3 മുതൽ അതിൻ്റെ 9 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ബഥാനിയയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ വെങ്കൽ ഭരണി പൊട്ടിച്ച് മറിയ കർത്താവിനെ അനോയിൻറ്റ് ചെയ്യുന്ന ഒരു ഭാഗം കിടക്കുന്നത്. നമുക്ക് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിക്കാം. എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു ഉണ്ട്. അദ്ദേഹത്തിൽ നമുക്ക് ഈ ആത്മീക സന്ദേശങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നമ്മുടെ ജീവിതത്തിൽ ആത്മീക വർധനമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനെ നമ്മൾ മാർക്ക് 1 തൊട്ട് ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. 11-ാം അധ്യായം മുതൽ ആ പാഷൻ വീക്കിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇതിപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന പെസഹായ്ക്ക് 2 ദിവസം മുൻപ്. അപ്പം ആ ക്ലൈമാക്സിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഗൂഢാലോചന, ഈ ചീഫ് പ്രീസ്റ്റും സ്ക്രൈബ്സും എല്ലാം കൂടെ ചേർന്നതും വളരെ തന്ത്രപരമായി ഉപായത്താൽ പിടിച്ചു കൊല്ലേണ്ടതിന്. അപ്പോൾ അവർക്ക് തടസ്സമായി നിൽക്കുന്നത് ജനമാണ്. ജനത്തിൽ കലഹമുണ്ടാകാതിരിപ്പാൻ ഉത്സവത്തിൽ അരുത് എന്ന് അവർ പറഞ്ഞു. എന്നിട്ട് 3-ാം വാക്യം മുതൽ കർത്താവ് ബഥാനിയയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ. അവിടെ ഒരു സ്ത്രീ എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അറിയാം ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 6 അതാരാണ് എന്നുള്ളത് അറിയാം. എന്നാൽ ഇവിടെ മാത്രം, മർക്കോസിൽ മാത്രമേ ഇത് കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. കുഷ്ഠരോഗി എന്ന് പറയുമ്പോൾ ഹീ
വാസ് ഹീൽഡ് ബൈ ജീസസ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ലെ അന്നത്തെ സിസ്റ്റം അനുസരിച്ച് കുഷ്ഠരോഗി ആ സമയത്താണെങ്കിൽ ഒരിക്കലും അങ്ങനെ പോകാൻ സാധിക്കത്തില്ലല്ലോ. അപ്പൊ കർത്താവിൻദാസന് നമുക്ക് ഈ ബെഥാനിയയിലെ ഈ അനോയിന്റിങ്ങിനെ കുറിച്ച്, അതിനകത്തു നിന്നുള്ള സ്പിരിച്വൽ ലെസൺസിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇവിടെ നമുക്കിത് എല്ലാവർക്കും ഒരു പരിധി വരെ ഈ ഒരു സംഭവം സാധാരണക്കാർക്ക് എല്ലാവർക്കും, പുറത്തുള്ളവർക്ക് പോലും, അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കവിതകളും എല്ലാം വന്നിട്ടുണ്ട്. അതെ, ഈ സ്ത്രീ കർത്താവിനെ അനോയിന്റ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ പുസ്തകങ്ങളും കഥകളും കവിതകളും എല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഈ സ്ത്രീ, അത് ആരും ആയിക്കോട്ടെ, ഒരുപക്ഷെ മറിയാണെങ്കിൽ മറിയ, അവിടെ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛജലമാംസി തൈലം ആയി വന്നു ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. വിലയേറിയ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, വിലയേറിയ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ വില എത്രയാണെന്നുള്ളതല്ല അതിനകത്തെ കാര്യം. അപ്പം താഴെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ തൈലത്തിന്റെ വെറും ചിലവെന്നാൽ ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് മലയാളത്തിൽ വരുമ്പോഴത്തേക്ക് വെള്ളിക്കാശ് എന്നുള്ള ഒരു വാക്കുണ്ടെങ്കിലും 300 ഷില്ലിങ്സ് അങ്ങനെയൊക്കെയാണ് പല രീതിയിലാണ് പറയുന്നത്. അപ്പൊ അത് പോട്ടെ, അത് എത്രയാണെന്നുള്ളതല്ല, പക്ഷെ ആ കാലഘട്ടം വെച്ച് നോക്കിയാൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ കോസ്റ്റ്ലി ആയിട്ട് അവൾ കൊടുത്തപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ കോസ്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സ്ത്രീയാണ് ഇത് കൊടുക്കുന്നത്. ആ സ്ത്രീ അവളെ യേശുവിനെ എന്തുമാത്രം ബഹുമാനിച്ചു എന്നുള്ളതാണ്. പബ്ലിക്കലിയാണ്. ശിഷ്യന്മാർ അവിടെ ഉണ്ട്, ആ ശിഷ്യന്മാരും വിമർശകരായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ സദസ്സിലാണ്, വളരെ പബ്ലിക്കായിട്ട്. ഇൻഫാക്ട് ഷീ ഈസ് വർഷിപ്പിംഗ് ഹിം. അവളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കർത്താവിനോടുള്ള സ്നേഹം പ്രകാശിപ്പിക്കാൻ എങ്ങനെ പ്രകാശിപ്പിക്കണമെന്ന് നമുക്കറിയില്ല. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കർത്താവിനോടുള്ള ആ സ്നേഹം പ്രകാശിപ്പിക്കുവാൻ എന്തും ചെയ്യുന്നതായ ഒരു സ്റ്റേജ്. അവൾ നമ്മുടേതായിട്ട് ഒന്നും കരുതാതെ. അപ്പൊ ഇത് വായിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാകുന്നത് ഈ സ്ത്രീയുടെ ആറ്റിറ്റ്യൂഡാണ്. ബാക്കിയുള്ളതൊക്കെ താഴോട്ട് വരുന്നുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി ഇതുപോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കർത്താവിനോട്, ഫസ്റ്റ് പറഞ്ഞതുപോലെ, അതാണ് അവളുടെ ആരാധന. അവളുടെ ആരാധന എക്സ്പ്രസ് ചെയ്യാൻ അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷെ നമ്മുടെ ചോദ്യം, നമുക്ക് ഈ കുറ്റം പറയുന്നവർക്ക് ഉൾപ്പെടെ ആർക്കെങ്കിലും യേശുവിനോട് ഈ രീതിയിലുള്ള ഒരു മനോഭാവമുണ്ടോ? ശരിക്കും നമ്മൾ ഈ ബഥാനിയയിലെ മറിയെക്കുറിച്ച് പഠിക്കുമ്പോൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് സഹോദരിയെ നമ്മൾ കാണുന്നത്. 3 ഘട്ടത്തിലും ഷീസ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്. കർത്താവരുടെ വീട്ടിൽ ചെന്ന് ബൈബിൾ സ്റ്റഡി എടുക്കുമ്പോഴും മാർത്തയ്ക്ക് കംപ്ലൈന്റ് ആയിരുന്നു, പക്ഷേ മറിയ ഇസ് അറ്റ് ദ ഫീറ്റ്. പിന്നെ ആങ്ങളം മരിച്ചു കഴിഞ്ഞ കർത്താവ് അവരുടെ ഭവനത്തിൽ ചെല്ലുമ്പോഴും ഓടി വന്ന് ഷീസ് അറ്റ് ദ ഫീറ്റ്. ഇവിടെയും നമ്മൾ കാണുന്നത് ഷീസ് അറ്റ് ദ ഫീറ്റ്. വളരെ കോപ്പി ചെയ്യാൻ ഏറ്റവും നല്ല ഒരു മാതൃകയാണ് അറ്റ് ദ ഫീറ്റ് ഓഫ് ദ മാസ്റ്റർ. പലയിടങ്ങളിലും അവൾ വിമർശിക്കപ്പെട്ടവളാണ്, പക്ഷെ അതവളെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നിന്ന് മാറ്റുന്നില്ല. ഒരു പ്രാവശ്യം സ്വന്തം സഹോദരിയാണ് വിമർശിച്ചത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ശിഷ്യന്മാർ വിമർശിക്കുന്നതായിട്ട് കാണും. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ ആ സ്നേഹത്താൽ പ്രേരിപ്പിക്കപ്പെട്ട് കർത്താവിനെ വാസ്തവത്തിൽ ഉള്ളു തുറന്ന് ഏറ്റവും വിലയേറിയത് അർപ്പിച്ചുകൊണ്ട് ആരാധന പ്രകടനങ്ങൾ കാണിക്കുന്നതായിട്ടാണ് നമ്മൾ കാണാൻ കഴിയും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ യേശുവിങ്കലേക്ക് ആളുകളെ നയിക്കുമ്പോൾ ആ റിലേഷൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു റിലേഷൻ അല്ല. ഇപ്പോൾ വാസം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ യേശുവിലേക്ക് ആളുകളെ നയിക്കുന്നതിൻ്റെ രോഗം സൗഖ്യമാക്കും, അങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ആ പേഴ്സണലായിട്ടുള്ള ആ ഒരു റിലേഷൻ, അങ്ങനെ റിലേഷൻ ഉണ്ടെങ്കിൽ ആര് വിമർശിച്ചാൽ നമുക്ക് എന്തോ അത് പ്രശ്നമല്ല. ഇവിടെ വിമർശിച്ചാൽ എന്താണ്? ഇതിപ്പോ ആരെങ്കിലും സഭായോഗത്തിന് വന്നപ്പോൾ ഒരു സീറ്റ് തന്നില്ലെങ്കിൽ അടുത്ത ദിവസം തൊട്ട് പള്ളി വരാത്ത ആളുകൾ ഒന്ന് ഷെയ്ക്കാൻഡ് തന്നില്ല, അല്ലേ? ഇതിപ്പം നേരിട്ട് ഡയറക്ട്ലി വിമർശിക്കുകയാണ്. അവളത് ശ്രദ്ധിക്കുന്നുമില്ല, അവളതിന് മറുപടി ഒന്നും പറയുന്നില്ല.
എവിടെയും ഇല്ല. മേരി മറുപടി പറയുന്നില്ല, മറുപടി പറയുന്നില്ല. മാർത്തയോടും മറുപടി പറഞ്ഞില്ല, ഇവിടെയും മറുപടി പറയുന്നതായിട്ടില്ല. അങ്ങനെ അങ്ങനെയുള്ള ഒരു റിലേഷൻ, അതുകൊണ്ടാണ് ഏറ്റവും വിലയേറിയത് കൊടുക്കാനായിട്ട് അവൾ തയ്യാറാകുന്നത്. ഇന്നും നമുക്ക് ആവശ്യമായിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് സച്ച് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. അതായത് എൻ്റെ ഹൃദയം തുറന്ന് എനിക്ക് യേശുവിന് വേണ്ടി എന്ത് അവളങ്ങ് ഇൻഫാക്റ്റ് എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത, നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ സ്നേഹം അങ്ങ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു സ്റ്റേജ്. അവൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന ഏറ്റവും വലിയ കാര്യം അവൾ ചെയ്തു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിച്ചിട്ട് നമ്മളങ്ങ് കൈൻഡ് ഓഫ് മാഡ്നെസ്, ഒരു ഭ്രാന്ത് പോലെ, ഭ്രാന്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ആ രീതിയിലല്ല, അത്രയ്ക്കും ഉള്ള ഒരു റിലേഷൻ. ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും എല്ലാം ആവശ്യമുള്ളത് അപ്രകാരമുള്ള വലിയൊരു റിലേഷനാണ്. അതുപോലെ നമ്മൾ അതിൻ്റെ 4-ാം വാക്യത്തിൽ അവിടെ ചിലർ തൈലത്തിൻ്റെ ഈ വെറും ചെലവ് എന്തിന്, ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പാൻ കഴിയുമായിരുന്നല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ടവളെ ഭർസിച്ചു എന്നതാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ യേശു ഇവളെ വിടുവീൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്, അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്, ജോൺ തെളിച്ചെഴുതിയിട്ടുണ്ട്, ജൂഡസ് വിമർശിച്ചു, അവൻ കള്ളനായിരുന്നു, അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഇത് 300 കാശിന് വിറ്റിട്ട് അത് യൂദസ് പിടിക്കുന്ന ആ പണസഞ്ചിയിൽ വന്നാൽ അതിനകത്ത് നിന്ന് പണം ചൂണ്ടാമെന്ന് ആഗ്രഹിച്ചവനാണ് ജൂഡസ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നു അവിടെ ചിലർ എന്ന്. ശിഷ്യന്മാരെല്ലാം ഈ വിമർശനത്തിൽ ചേർന്നു. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് സജു ബ്രദറെ, ഇവൻ ഇത് പ്ലാൻ ഇറക്കി അവരെ കൂടെ ക്യാൻവാസ് ചെയ്തതാണ്. അതുപോലെ പറയുന്ന ഡയലോഗ് എന്ന് പറയുന്നത് ഈ ദരിദ്രർക്ക് ഈ കാശ് ഉപയോഗപ്രദമാകും, എന്തിനാ ഈ പാഴ്ചെലവ് എന്നതാണ്. പറയുന്നത് നല്ല കാര്യമാണ്. നല്ല കാര്യങ്ങൾ അവതരിപ്പിച്ച് നിഷ്കളങ്കരായ ആളുകളെ കയ്യിലെടുത്ത് കർത്താവ് ശ്ലാഘിക്കുന്ന ഒരു പ്രവൃത്തിയെ വിമർശിക്കുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ ഇന്നും ദൈവസഭകളിലുണ്ട്. വളരെ ഇന്നസെൻ്റായിട്ട് നമ്മൾ തോന്നും, പാവങ്ങളെ സഹായിക്കുന്നത് നല്ലതല്ലേ, പക്ഷേ അറ്റ് വാട്ട് കോസ്റ്റ്? ഒരു സഹോദരിയുടെ ആത്മാർത്ഥമായ ആരാധനയെ വിമർശിക്കുന്നത്, പാവങ്ങളുണ്ട്, പാവങ്ങളെ സഹായിക്കണം, ഇത് വേറൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഈ പണം ഇത് വിറ്റിട്ട് ഈ പണം ഖജനാവിൽ വന്നാൽ ഇതിനകത്ത് അവനെ മോട്ടിക്കണം. പക്ഷെ പൊതുജനം കേൾക്കുമ്പോൾ അവരതിനകത്ത് വശീകരിക്കപ്പെടുകയാണ്. ഇതുപോലെ ഇന്നും പല പ്രാദേശിക സഭകളിലും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇതൊന്നും ഈ സഹോദരിയെ തടസ്സപ്പെടുത്തുന്നില്ല. ഷീ ഈസ് ജസ്റ്റ് ഗോയിങ് ഹെഡ്. എന്നിട്ട് സാജു ബ്രദറെ ചിന്തിക്കേണ്ട ഒരു കാര്യം, യേശു വിമർശിച്ചവൻ്റെ കൂടെ അല്ല നിന്നത്. ഹി നോസ് ദ ഹാർട്ട്. യേശു അവിടെ കൈത്താങ്ങൽ കൊടുക്കുന്നത് ശരിക്കും തന്നെ ആരാധിക്കുന്ന മറിയയ്ക്കാണ്. ഇതാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിനോട് ചേർന്ന് ദൈവദാസന് പറയാൻ കഴിയുമോ? അല്ല, ഇപ്പൊ ഈ ഇവര് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വെറും ചിലവ്. അപ്പം വിലയേറിയത് കൊടുത്ത ഒരാള് അതിനെ വെറും ചിലവായി കാണുന്ന വിമർശകര്. അപ്പം വിലയേറിയത് എന്ന് പറയുമ്പോൾ ആറ്റിറ്റ്യൂഡാണ്, ഇറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ്. എന്നാൽ എന്തുകൊണ്ട് യൂദായിക്കോ, നമ്മൾ യോഹന്നാന്റെ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇറ്റ് വാസ് സെഡ് ബൈ ജൂഡസ്. ജൂഡസിനോ മറ്റുള്ളവർക്കോ എന്തുകൊണ്ട് യേശുവിന് വിലയേറിയത് കൊടുത്തതിനകത്ത് സന്തോഷിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരു മനുഷ്യൻ പോലും അവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരിതിനെ വിളിക്കുന്ന വിളി തന്നെ വെറും ചെലവെന്ന. അപ്പൊ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തെ വെറും ചെലവ് എന്ന് ചിന്തിച്ച് അതിനെ വിമർശിക്കുന്നതായ ഒരു അനുഭവം. എന്നാൽ വിലയേറിയത് കൊടുക്കുന്നതായ മറിയ,
വെറും ചിലവായി കണക്കാക്കുന്ന യൂദാസും മറ്റുള്ള ശിഷ്യന്മാർ. അതുപോലെ കർത്താവ് ദരിദ്രർക്ക് കൊടുക്കരുതെന്നൊന്നും അല്ല പറയുന്നത്, അത് പിന്നെ നിങ്ങൾക്ക് കൊടുക്കാമല്ലോ. ബട്ട് വാട്ട് ഷീ ഈസ് ഡൂയിങ് ഈസ് നൗ ഇമ്പോർട്ടൻറ്റ്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കെ ഉണ്ടല്ലോ. ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കയില്ല. അവൾ തന്നാൽ ആവത് ചെയ്തു. കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുൻപ് കൂട്ടി തൈലം തേച്ചു. ഒരു പ്രാവചനികമായ ഒരു ശുശ്രൂഷ ചെയ്തതായിട്ട് കർത്താവ് അതിനെ വിലയിരുത്തുക. എന്നിട്ട് 9-ാം വാക്യത്തിൽ സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. അത് എന്തൊരു ബ്ലെസ്സിങ് ആണ്. തലമുറകൾ സുവിശേഷം എഴുതപ്പെട്ട ശേഷം ഓൾവേസ് പ്രീച്ച്ഡ് അബൌട്ട് ദിസ് ഇൻസിഡന്റ്. കാരണം ഒരു സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കാണ് അപ്പൊ എത്ര വിലപ്പെട്ട ഒരു കാര്യമാണ് അന്ന് മേരി ചെയ്തത്. അതാണ് ഇത് തിരിച്ചറിയാതെ മറ്റു പല ഇന്റൻഷനോടുകൂടി ജൂഡസ് മറ്റവരെ കൂടെ കയ്യിലെടുത്തുകൊണ്ട് വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു വലിയ ഒരു ബ്ലെസ്സിങ് ആയിട്ട്. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും. അല്ല, ഇപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് മേരി ചെയ്തതായ ഈ കാര്യം, അതിന്റെ വാല്യൂ കർത്താവ് മനസ്സിലാക്കി എന്ന് തന്നെയല്ല, ദരിദ്രർ എല്ലായ്പ്പോഴും നിങ്ങളുടെ അടുക്കൽ ഉണ്ടല്ലോ. പാസ്റ്റർ പറഞ്ഞതുപോലെ ദരിദ്രർക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഒരു നോബിൾ കോസായിട്ടാണ് നമ്മൾ പലപ്പോഴും ആളുകൾ അതിനെ വിലയിരുത്താനുള്ള സാധ്യത. നോബിൾ ആയിട്ടുള്ള ഒരു കോസിന് വേണ്ടി. അപ്പൊ നോബിൾ കോസിന് വേറെ റിസോഴ്സസും ഉണ്ട്, ഇല്ലെന്നുള്ളതല്ല. ഈ പറയുന്ന ഇപ്പം ആരും ആയിക്കോട്ടെ, പറയുന്നവരെ അല്ലെങ്കിൽ ഇതിന് വിമർശിക്കുന്നവരായ ആളുകൾ, അവര് ഉള്ളത് മുഴുവൻ ദരിദ്രർക്ക് കൊടുത്തേച്ച് പറയുന്നതൊന്നുമല്ല. ഈ പലപ്പോഴും ഈ വിമർശനം ഒരുത്തന് അവന് ചൂണ്ടാൻ വേണ്ടി. അതെ. അതാണ് അതിനകത്ത് ഒരു വലിയൊരു വിഷയം എന്ന് പറയുന്നത്. അതായത് ദരിദ്രർ എല്ലായ്പ്പോഴും നിങ്ങളുടെ അടുക്കലുണ്ടല്ലോ. യെസ്, ദരിദ്രർക്ക് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം, കാര്യങ്ങൾ വേണം. പക്ഷേ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന് വേണ്ടി ചെയ്യുന്നത് ഒരിക്കലും ഒരു ദരിദ്രർക്ക് കൊടുക്കുന്നതിന് പകരമായിട്ടോ ഒരിക്കലും അല്ല. അത് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാർമ്മികമായ കാര്യം ജീസസുമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ലാതെ ചെയ്തത് കൊണ്ട് ദൈവസന്നിധിയിൽ അതിന് ഏറ്റവും വലിയ വില. അത് വിലയെന്ന് പറയുന്നത് അത് നമ്മുടെ ആത്മരക്ഷയ്ക്കായി ഉതകുന്ന കാര്യമല്ല. അതെ. ജീസസ് ഇസ് നമ്പർ 1. ജീസസിന് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജീസസിന് വേണ്ടി നമ്മൾ ചെലവായി പോകുക. മറ്റേത് അവഗണിക്കണ്ട. ഇല്ല, അവഗണിക്കാൻ അവിടെ കർത്താവ് പറയുന്നില്ലല്ലോ. ദരിദ്രർ എല്ലായ്പ്പോഴും നിങ്ങളുടെ അടുക്കൽ ഉണ്ടല്ലോ എന്നാണല്ലോ പറയുന്നത്. അതായത് നിങ്ങൾ കൊടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ദരിദ്രർക്ക് നിങ്ങൾ കൊടുക്കണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. അവൾ എങ്കിൽ ഒരു വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അതായത് പ്രാവചനികമായി പാസ്റ്റർ പറഞ്ഞതുപോലെ അവൾ എന്നെ എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. യേശു കർത്താവ് മരിച്ചു കഴിഞ്ഞ് തൈലം പൂശുന്ന ആളുകളോടും വേണമെങ്കിൽ ഇവര് പറയുമല്ലോ, വെറുതെ ആ ശവശരീരത്തിൽ കൊണ്ടുപോയി തൈലമൊന്നും പൂശേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ വെറുതെ ഇങ്ങനെ പറയുന്ന ഒരു കാര്യം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മളെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ആവശ്യമാണ്. സ്നേഹം, ആ സാക്രിഫിഷ്യൽ ലവ് ആണ് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്തെല്ലാം ഒരു മെമ്മോറിയലായിട്ട് പ്രസംഗിക്കപ്പെടണമെന്ന് പറയുന്നു. അടുത്ത 2 വാക്യങ്ങളിൽ ജൂഡസ് കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാനായി എഗ്രി ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, 12 ഒരുവനാണ് ജൂഡസ്. ജീസസിന്റെ കൂടെ നടന്നു, ജീസസ് ചെയ്ത അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടു, ജീസസ് പഠിപ്പിച്ച വിലയേറിയ പാഠങ്ങൾ അദ്ദേഹം നേരിട്ട് കേട്ടു. ശുശ്രൂഷയ്ക്ക് അയക്കുമ്പോൾ അദ്ദേഹവും മാനസാന്തരം പ്രസംഗിച്ചെന്നാണ് നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കാണുന്നത്. അദ്ദേഹവും എണ്ണ പൂശി പ്രാർത്ഥിച്ച് രോഗികൾ സൗഖ്യമായി. പക്ഷെ ഈ കൂടെ നടന്ന് ഇത്രയും പറ്റിയിരുന്ന ആള്
നമ്മൾ ഇവിടെ കാണുന്നത് ജീസസിനെ ഒറ്റിക്കൊടുക്കുവാനായി എതിരാളികളുമായിട്ടൊരു ധാരണയിലേക്ക് എത്തുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ 10-11 വാക്യങ്ങൾ. പിന്നെ 12 ഒരുത്തനായി ഇസ്കൊരിയോത്താവായ യൂദ അവനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു. അവർ അത് കേട്ട് സന്തോഷിച്ച് അവന് പണം കൊടുക്കാം എന്ന് വാഗ്ദത്തം ചെയ്തു. അവനും അവനെ എങ്ങനെ കാണിച്ചു കൊടുക്കാം എന്ന് തക്കം അന്വേഷിച്ചു പോന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും ദുഃഖകരമായ ഒരു എൻഡിങ് ആയിപ്പോയി ജൂഡസിൻ്റെ. ജൂഡസ് നിൽക്കുന്നത് നമുക്കെല്ലാം ഒരു വാർണിംഗ് ആയിട്ടാണ്. ഒരു റേസ് നമുക്കുണ്ട്. തുടക്കം നല്ലതായത് കൊണ്ട് നല്ല എൻഡിങ് ആകണമെന്നില്ല. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിശാച് ജൂഡസിൽ ചില തോന്നലുകൾ ഇട്ടെന്നാണ്. പിന്നീട് അതേ അധ്യായത്തിൽ പറയുന്നത് പിശാച് അവനിൽ കടന്നു എന്നാണ്. എനിക്ക് നല്ല തുടക്കമായിരുന്നു. ആക്ച്വലി ഒരു അപ്പോസ്റ്റോലായി എങ്ങനെ അവസാനിക്കേണ്ട ഒരാളാണ് ആ മനുഷ്യൻ്റെ ഓട്ടക്കളത്തിൽ നല്ല നിലയിൽ പൂർത്തീകരിക്കാതെ നിത്യത അവന് നഷ്ടമാകുന്ന ഒരനുഭവത്തിലേക്ക് വരികയാണ്. ദേവാലയം ശുദ്ധീകരിച്ചപ്പോഴും ദേവാലയത്തിലെ കാര്യങ്ങൾ വിമർശിക്കുമ്പോഴും ആത്മീക നേതൃത്വത്തിനെതിരെ കർത്താവ് ശബ്ദമുയർത്തിയപ്പോഴും ഇതെല്ലാം കണ്ടു നിന്നയാളാണ് ജൂഡസ്. ഇപ്പൊ ആരുടെ കൂടെയാണ് പക്ഷം? ഈ കാപഠ്യമുള്ള ആത്മീക നേതൃത്വത്തിൻ്റെ കൂടെ. എന്താണ് അങ്ങനെ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൻ്റെ ഹൃദയത്തെ ക്യാൻവാസ് ചെയ്തത് പണക്കൊതിയാണ്. അതെ, പിശാച് അവനെ വഞ്ചിച്ചത് പണക്കൊതിയാണ്. അതാ ഇപ്പൊ കിട്ടുമെന്നും പറഞ്ഞ ആളുകളെ സുവിശേഷം പറയുന്നത്. നിനക്ക് പണം കിട്ടും, നീ വലിയവനാണ്, കോടി കിട്ടും, കോടി കിട്ടും, പേഴ്സിനകത്ത് കണ്ടോ ഇത് വർദ്ധിക്കുന്നു. ജൂഡസിനെ വഞ്ചിച്ചത് പണക്കൊതിയാണ്. പണത്തിന് വേണ്ടി അരുമനാഥനെ വിൽക്കാൻ തയ്യാറായി. വേറെ ഒരിടത്ത് എഴുതിയിരിക്കുന്നത് വില പേശിയെന്നാണ്. എത്ര ഭയാനകമായി പോയി ദൈവമക്കൾ. ഇത് സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കണം. ഓട്ടം തുടങ്ങി, പക്ഷെ പൂർത്തീകരിച്ചത് ഡിസ്ക്വാളിഫൈഡ് ആയിപ്പോയി. എല്ലാവരും മനസ്സിലാക്കണം. പ്രസംഗിക്കുന്നു, പഠിപ്പിക്കുന്നു, പാടുന്നു, സഭാ ബിൽഡിങ്ങിന് ഫണ്ട് കൊടുത്തു, എല്ലാം നല്ലത്. പക്ഷെ ഇഫ് യു ഹാവ് നോട്ട് കംപ്ലീറ്റഡ് ദ റേസ് ഇൻ എ പ്രോപ്പർ വേ, വി വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. ഞാൻ മനസ്സിലാക്കുന്നത് പോൾ വാസ് വെരി സെൻസിറ്റീവ് അബൌട്ട് ദിസ്. അതുകൊണ്ട് 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വേദഭാഗങ്ങളൊക്കെ പറയുമ്പോഴേ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഡിസ്ക്വാളിഫൈഡായി പോകാതെ ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നത്. എന്നിട്ട് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ മക്കൾ ഡിസ്ക്വാളിഫൈഡ് ആയി പോയത് എങ്ങനെയാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഈ അന്ത്യകാലത്ത് വന്നിരിക്കുന്ന നമുക്ക് എഴുതിയിരിക്കുകയാണ്. ഇത് ദൈവമക്കൾ എല്ലാവരും കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം എന്നത് വിശേഷാൽ ഞങ്ങൾ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. അനുദിനം താഴ്മയോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മുടെ ഓട്ടക്കളത്തിൽ നമുക്ക് ഓടാം. നല്ല അന്ത്യം നമുക്ക് പ്രാപിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.